പിതാവും പുത്രനും പരിശുദ്ധമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാരിവാരികളോട് കരുണ ചെയ്യുക. വിശ്വനാഥനാമേ നിനക്ക് സ്തുതി. വാഴ്ത്തുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, നിനക്ക് ആത്മീയമായി പെരുന്നാൾ ആഘോഷിക്കുന്ന വിശുദ്ധരോടൊന്നിച്ച് വെടുപ്പും വിശുദ്ധിയുമുള്ള ആത്മാവോടും നിർമ്മലമായ ശരീരത്തോടും കൂടെ നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിന്റെ മഹത്വ ദിവസത്തെ പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരുടെ യാചനയാൽ കരുണയും അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, അവരുടെ ജനപ്പെരുന്നാളിൽ ഞങ്ങൾ നിനക്ക് സ്തുതികരേറ്റുമാറാകണമേ. ഓറൻ എന്നോട് നീ എത്രമാരുമേ എന്റെ വചനങ്ങൾ സൂക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന ധൂപം പോലെ എന്റെ പോലെ കൈക്കൊള്ളണമേ. എന്റെ ദുശ്ശാസനശാലികയും ഞാൻ ന്യായമായി പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുവാൻ എന്റെ വായ്ക്ക് കാവൽക്കാരനെയും എന്റെ അത്തരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടന്മാരോട് ഞാൻ ഉപദേശിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. അഭിഷേകം ചെയ്യരുതേ. എന്നാൽ പ്രാർത്ഥന അവരുടെ ശരീരമായിട്ടാകുന്നു. പറയപ്പെട്ടു ഇമ്പമുള്ള വചനങ്ങൾ അവർ കേട്ടു. പോലെ പാതാളത്തിലെ ആയിരിക്കെ അവരുടെ അസ്ഥികൾ സ്ഥിരപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എന്നെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ വരകളിൽ വീഴും. സർവ്വജാതികളുടെ കർത്താവേ സ്തുതിപ്പീൻ. സർവ്വജനങ്ങളുടെ
കർത്താവേ, അങ്ങയെ നിങ്ങൾ സ്തുതിപ്പീൻ. അവൻ സത്യമായിട്ട് ദൈവമേ യോഗ്യമാകുന്നു. ദാവീദിൻ സുതയേ രഹസ്യം പേടകമുൾ നിൻ സുന്ദര ചിത്രം എഴുതിയ വിഹിതങ്ങളിൽ വച്ചു ചിന്തിക്കുന്നോർക്കാൻ പുതിയ ഗുണം നിന്റെ സാദൃശ്യം കാട്ടി അതിരുൾ സൂക്ഷിക്കും ലവണം നിൻ സുതനാ നാശമതീനുലകം സംരക്ഷിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കൃപയും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ചെറിയവനാകുകയും ചെറിയവളായ കന്യകയെ വലിയവളാക്കുകയും ചെയ്ത വലിയവനും മനുഷ്യാവതാരം ചെയ്ത മനുഷ്യരെ രക്ഷിച്ച ദൈവവും വിനീതനാകുകയും വിനീതരെ ശ്രേഷ്ഠതപ്പെടുത്തുകയും ചെയ്ത ഉന്നതനായവനും നിനക്ക് സ്തുതി. അവന് പരിശുദ്ധാമ്മയുടെ ജന്മപെരുന്നാളിന്റെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പരിശുദ്ധ റൂഹായുടെ പുകഴ്ചകളാലും ആഘോഷങ്ങളാലും ദൈവമാതാവും ഭാഗ്യവതിയുമായ കന്യക മറിയാമിനെ ഞങ്ങൾ കീർത്തിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായി അവളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവളുടെ നിർമ്മല മടിയിൽ നിന്നുദിച്ച പുത്രനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ, കർത്താവേ, നിന്റെ മാതാവിന്റെ പ്രാർത്ഥനകളാൽ ഭൂമിയിൽ നിന്നും അതിലെ നിവാസികളിൽ നിന്നും ക്രോധത്തിന്റെ വടികളെയും എല്ലാ കലഹങ്ങളെയും നീക്കണമേ. ഞങ്ങളിൽ നിന്ന് വാളും അടിമത്വവും ക്ഷാമവും വസന്തയും തടയണമേ. ഞങ്ങളുടെ രോഗാവസ്ഥയെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞ് തിരുസന്നിധിയിലെത്തിയിരിക്കുന്ന വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ആശ്വാസം നൽകണമേ. അവരോടൊന്നിച്ച് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ദൈവസുതൻ തിരുമാതാവായി തീർന്നവരാമറിയാമിന്നായി ജാതികൾ വംശങ്ങളുമെല്ലാം നൽകിയിടും ഭാഗ്യം അവനവളിനുദയം ചെയ്ത ഹൃദമുദ്രയ്ക്കൂനമതന്നെ അവൾ തൻ ഓർമ്മയതോ ശ്രേഷ്ഠം വാനം ഭൂമിവയിൽ പാർക്കുമോ. വഴി പോകുമ്പോൾ കേട്ടു ഞാനൊരു കുമരീനും അറിയാം സുതനോട് താരാട്ടിൽ പറയുന്നൊരു ശബ്ദം, ഭാഗ്യമെനിക്കൻ പ്രിയ സുതനെ നിന്മാതാവായി തീർന്നൊരിവൾ തവസൻ നിധി പോലും പോകാൻ യോഗ്യതയില്ലാത്തോ എന്നോരം മാതാവിൽ ഓരം
രാജകിരീടമതിൽ പതിയും കരയിൽ ാതൊരു മാണിക്യം ശോഭിക്കുന്നു. നാനാഭാഗങ്ങളിലേക്കും കാന്തി പരത്തും സൂര്യൻ പോൽ ഘോഷിക്കപ്പെടുവാളോർമ്മ ഭാരം ഭൂരിവരിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്ന സ്തുതിയോടു രാജമകൾ നിന്മലഭാഗി രാജഭാമിനിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ജനനകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലപ്രദേശത്തേക്കുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തേക്ക് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പ്രാർത്ഥന ചെയ്താനാഥൻ ഞങ്ങൾ കാരുണ്യം ചെയ്തിടാനായി കൃപയാ സൃഷ്ടി അതിന്മേനാവൃതമായോ രാവരണം നീ മാറി സ്വസ്തി അമ്മാനോയിൽ തന്നെ പ്രസവിച്ചായുള്ളോ പ്രഭുവെ പ്രസവിച്ചവരെ സ്വസ്തി നാദന്നിൽ വസിച്ച പ്രവാചകിനിയെ സ്തുതിച്ചു. പ്രേക്ഷകനാഥൻ മാസം നിന്നെ വഹിച്ചോൾ പ്രാർത്ഥനയാലെ ക്രോധത്തിൻ നാടികളായി കേളമേ. ഞങ്ങളോട്
മറിയാം സവിധേ വന്നു പറന്നങ്ങത്തീക പറയേ നിൻകൂടെ സകലത്തിനും രക്ഷകനായോ നിന്നിൽ നിന്നുദിച്ചിടും എന്നുമുരച്ചല്ലോ ബാർക്കുമോ ദൈവത്തെ പ്രസവിച്ച കന്യാവൃതയാമേ മുറിയോറായേ മാലയുവാരേ വാഴ്ത്തപ്പെട്ടവനായോൾ കന്യേ പ്രാർത്ഥന ചെയ്തിടണമേ നാഥൻ ഞങ്ങളുടെ മേൽ കൃപ ചെയ്തിടാം കൃപയാൽ പൂരിത നീർത്തിക കൃപയാചിക്കുമേ ആകൃതയുള്ളൊരു നാഥൻ ദേശീടാൻ പരിചിതമല്ലാത്തീ സ്വസ്തിയവൾ കേട്ടതു നേരം കാരണമിതിനെന്തും അവൾ മരിച്ചോട് ചിന്തിച്ചേവം പുത്രൻ ചെയ്തു ഞാനോ കന്യാസംയോഗങ്ങളാതെ ഗർഭം ഭവ്യം ചൊല്ലാതോകൻ വഴി സന്ദേശമയച്ചോരു താരൻ സ്തുതിൻ ശബ്ദത്താവളിൽ വാണോ സൂര്യവാസം ചെയ്തവളിൽ വസിച്ചോരു സ്തുതിന്നവൾ പ്രാർത്ഥനയാൽ കൃപയുണ്ടാകട്ടെ ദൈവാ 9 മാസം നിന്നെ വഹിച്ചോൾ പ്രാർത്ഥനയാലെ ക്രോധത്തിന്റെ വഴികളെ വായിക്കാം Creaison, Creaison, Creaison. മയം പടർന്ന എന്റെ ദൈവത്താവേ പുകഴ്ത്തുന്നു. നിങ്ങളുടെ ആത്മാവിനെ ജീവിക്കുന്നവരായ ദൈവത്തിൽ സന്തോഷിച്ചു. ഇന്ന് നാളെ ദാസിയുടെ താഴെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മുതൽ സർവവംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. ശക്തിമാൻ തന്റെ നാമം പരിശുദ്ധവുമായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണാവിനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായി വംശങ്ങളായി ഉണ്ടാകുന്നു. അവന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ദൈവജാലത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. ഭഗവാന്മാരെ സിംഹാസനങ്ങളിൽ മനുഷ്യരെയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണ്ണരാക്കുകയും സമ്പന്നന്മാരെ വ്യക്തമായിരിക്കുകയും ചെയ്തു. അവന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത പ്രകാരം തന്റെ കരുണയെ ഓർക്കുകയും ചെയ്തു. ഞങ്ങളുടെ കടവും പരിഹരിച്ച്
കാലങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ജീവനോടിരിക്കുന്നവേ, കരുണയ്ക്കണമേ, ആശ്വസിപ്പിക്കണമേ. കർത്താവിന്റെ ബഹുമാനത്തിന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മാത്രമുള്ളതേ നമ്മളോട് കരുണ ചെയ്യണമേ. നീക്കും വിശുദ്ധിയും മാത്രമുള്ളവനാകുന്നു. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ നാടോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഉപനിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സർവശക്തനായ പിതാവും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും ഏകപിതാവാകുന്ന ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സന്ദേഹമുള്ള സന്ദേഹവും ജനിച്ചവൻ സൃഷ്ടിയില്ലാത്തവൻ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവൻ സർവസൃഷ്ടിക്കും ഹേതുവായവൻ മനുഷ്യനായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധമായിരുന്നും ദൈവമാതാവായ സ്ത്രീയാവുന്നതും ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ദൂഷിക്കപ്പെട്ട് കഷ്ടതയെ മോചിച്ച് മനുഷ്യരാക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേറി ജീവനവരെ മനുഷ്യരെ വിധിപ്പാൻ വലിയ ബോധത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജനവസാനമില്ലാത്തവൻ ഏകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട സ്ത്രീക്കപ്പെടുന്നവരും സംസാരിച്ചവരുമായി ജീവന പരിസ്ഥിതിയുള്ള ദൈവപരിശുദ്ധമായ സഭയിൽ വിശ്വസിക്കുന്നു. മാത്രമേ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ലോകത്തിലെ പുതിയ ശീലമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ജമകൾ രാജഭാവിനിയും ോ
ദൈവമേ, നിനക്ക് സ്വീകാര്യമായ സ്തോത്രവും നന്ദിയും അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ ശ്രേഷ്ഠ സംരക്ഷകനുമാകിയാൽ നിനക്ക് സ്തോത്രം. പുത്രനായ ദൈവമേ, നീ ഞങ്ങളുടെ രക്ഷകനും പരിത്രാതാവുമാകിയാൽ നിനക്ക് സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവനും പരിപാലിക്കുന്നവനുമാകിയാൽ പരിശുദ്ധ തൃത്വമേ, വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് നീ സമർപ്പെടുത്തിയതിനാലും അതിന്റെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാലും ഈ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ എന്നെ വിശുദ്ധത്വം മാതൃകകൾക്കും ദിവ്യോപദേശങ്ങൾക്കും വേണ്ടി സ്തോത്രം. നിന്നെ അറിയുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ തക്കതായ കൃപ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനാൽ ഇന്നേ ദിവസം തിരക്കേടുന്ന ഞങ്ങൾ പ്രാപിച്ച എല്ലാ സഹായങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരികൾ, ചർച്ചക്കാർ, ഗുരുക്കന്മാർ, സ്നേഹിതർ, ഞങ്ങൾക്ക് നന്മ ചെയ്തിട്ടുള്ളവർ എന്നിവരെല്ലാം അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ ഭരണാധികാരികളെയും സർവജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സകല ജനങ്ങളെയും സത്യത്തിലേക്കും രക്ഷയിലേക്കും ആകർഷിക്കണമേ. ഞങ്ങളുടെ കത്തോലിക്ക സഹോദരങ്ങളെ അനുസരണത്തിലേക്കും തിരുസഭയിലേക്കും തിരിച്ചു വരുത്തണമേ. ലോകമാകെയുള്ള തിരുസഭയെ അനുഗ്രഹിക്കണമേ. തിരുസഭ തലവനായ പരിശുദ്ധിതാവ് ലിയോ 14 മാർപ്പാപ്പായി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ മേൽപ്പെട്ട കാരണമായ സത്യവിശ്വാസികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭദ്രാസനങ്ങളെയും ഇടവുകളെയും മിഷനുകളെയും പട്ടക്കാരെയും വൈദിക വിദ്യാർത്ഥികളെയും സന്യാസികളെയും അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും ക്ലേശിതരെയും പരദേശവാസികളെയും അനാഥരെയും ഭവനരഹിതരെയും തൊഴിലിനെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും മാതൃകാലയങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും അവയിൽ പ്രവർത്തിക്കുന്നവരെയും അവയോട് ബന്ധപ്പെടുന്നവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും സഹജനങ്ങളെയും അനുഗ്രഹിക്കണമേ. നിന്റെ കൃപകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ എല്ലാവരെയും ആശീർവദിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും ദൈവത്തോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്റെ കൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ പാലിക്കണമേ. ഞങ്ങളുടെ ശിഷ്ടായുസിനെയും ഞങ്ങളെ എത്രയും തിരുവുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, സ്നേഹവും പുത്രനായ ദൈവമേ, കൃപയും പരിശുദ്ധാത്മാവായ ദൈവമേ, സംസർഗവും ആവാസവും ഇന്നുവെന്നും ഞങ്ങൾക്കുണ്ടാകണമേ. ദൈവമാതാവിനെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. വിശുദ്ധമാതാവേ, ഈ രാത്രി ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരേ, ഈ രാത്രി ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ.
എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, ദിവസങ്ങളുടെ വിശ്രാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, അവന്റെ ഉപകാരങ്ങൾ മറക്കരുതേ. കർത്താവ് പ്രിയമുള്ളവരെ, നാം ഇന്നത്തെ മൗന പ്രവർത്തനം പ്രത്യേകം കേട്ടു. വിശപ്പുള്ള ഒരു വിശിഷ്ട വിഭവങ്ങൾക്ക് സമ്പൂർണ്ണമാക്കുകയും സമ്പന്നന്മാരെ വലംകേടയക്കുന്ന പറഞ്ഞയക്കുന്ന ദൈവത്തെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആ വിശപ്പുള്ള ഹൃദയത്തോടുകൂടെ അയക്കാം. ഇന്ന് നമുക്കായി വചന സന്ദേശം നൽകുന്നത് CMI സമൂഹ അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജയൻ വർഗീസ് അച്ഛനാണ്. അച്ഛൻ തിരുവനന്തപുരം പ്രൊവിൻസിലെ അംഗമാണ്. അച്ഛനും ഈ ഭവനത്തിൽ താമസിച്ചിട്ടുണ്ട്. മനുഷ്യനെ പോലെ തന്നെ ജർമ്മൻ ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജർമ്മൻ ഈ ഭാഷയിൽ പ്രാവീണ്യം നേടുകയാണ്. അപ്പോൾ അച്ഛനെയും ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്നവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, അച്ഛൻ ഈ ഭവനത്തിൽ തന്നെ ഒരു അംഗത്തെ പോലാണ്. അച്ഛൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അച്ഛൻ ഒരു കലാകാരനാണ്. അപ്പോൾ ഈ കലയോടുള്ള വാസനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൂക്കാ സുവിശേഷകനെ വിശേഷിപ്പിക്കുന്നത് ഒരു കലാകാരനായിട്ടാണ്, ഒരു ചിത്രകാരനായിട്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വിശേഷണങ്ങളൊക്കെ കൃത്യമായി ഒപ്പിവെച്ചെന്നാണ് സഭാപിതാക്കന്മാരെ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും അച്ഛൻ പറയുന്നതാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ അച്ഛനെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ എന്ന് പറയുമ്പോൾ നിനക്ക് സമാധാനം നമ്മുടെ സ്തുതിയായിരിക്കട്ടെ. സാധാരണ ഈ ഹൗസിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ റെഫക്ടറിയിൽ ചെറിയ തോതിൽ അത്യാവശ്യം തള്ളുന്ന എന്നെ ഇന്ന് ഒരു പുണ്യ തള്ളലിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്വാഗതം ചെയ്ത ജോൺ ബ്രദറിന് ഹൃദയംഗമമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഒരു അറ്റൻഷന് വേണ്ടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോരാ, ഈ പുറത്തുള്ള തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടാവും, ആർക്കും നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും, വലിയ കുഴപ്പമില്ല. താങ്ക് യു. അപ്പം അമ്മ വളരെ മനോഹരമായിട്ടുള്ള ഒരു പഞ്ചുള്ള പവറുള്ള ഒരു വേടാണ്. മമ്മൂക്ക പറഞ്ഞതുപോലെ മാരാരിക്കും തട്ട് താഴെ തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് പോലെ ഈ അമ്മ എന്ന് പറയുന്ന ആ പദത്തിന്റെ ആ വേർഡിന്റെ പഞ്ച് ഒരിക്കലും താഴെ പോവുകയില്ല. അങ്ങനെ ആ പഞ്ച് അങ്ങനെ വളരെ മനോഹരമായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഉണ്ടാകുന്ന ഒരു വേർഡാണ്. അതുകൊണ്ടായിരിക്കാം KGF വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുക, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല. എനിക്ക് ആ സീൻ, നിങ്ങൾ ആ KGF കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു അമ്മയെ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ അമ്മമാരെ പോലെയൊക്കെ തോന്നും. കാരണം ആ അമ്മയില് ഒരു കണ്ണീരിന്റെ, ഒരു വേദനയുടെ, ഒരു വിശപ്പിന്റെ, ഒരു ദാരിദ്ര്യത്തിന്റെ, ഒരു കരുതലിന്റെ എല്ലാം ഇങ്ങനെ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ റൈറ്റർ വളരെ മനോഹരമായിട്ട് എഴുതി വെക്കുക, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല. വളരെ മനോഹരമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാനൊരിക്കലും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ വാചാലമായിട്ട് കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അതിലേക്ക് പോകുന്നില്ല. മറിച്ച് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിലെ അമ്മയെ പറ്റി ചിന്തിക്കാനാണ് ആഗ്രഹിക്കുക. കാരണം നമ്മുടെ അമ്മമാരില് പരിശുദ്ധ അമ്മയുടെ ഷാഡോ ഉണ്ടെന്ന് പറയുമോ? ഇല്ലേ? ഉണ്ടോ? അമ്മയുടെ കുറച്ചുകൂടെ. നമ്മുടെ അമ്മമാരില് പരിശുദ്ധ അമ്മയുടെ ഷാഡോ ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ അമ്മയിലേക്ക് എടുക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ഒരു ദിവസം ഒരു സുപ്രഭാതം ഒരു കഥാപുസ്തകം തുടങ്ങുന്ന പോലെ ഒരു സുപ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഒരു അമ്മ കിടക്കയില് ഒരു നെറ്റിയിൽ കുരിശൊക്കെ വരച്ച്, അല്ലെങ്കിൽ പുരുഷന്റെ രൂപത്തിന് മുമ്പിൽ തിരികെ കത്തിച്ച്, ചിലപ്പോൾ ഒരു ചൂലായിരിക്കും എടുക്കുന്നത് അല്ലേ? ഒരു ചൂലെടുത്ത് വെളിയിലേക്ക് വന്ന് തൂത്തൊക്കെ വാരി, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് തൂത്ത്, പിന്നെ അടുക്കളയ്ക്ക് എന്നിട്ട് എടുക്കുന്നത് ആ കാപ്പിക്കലവും കഞ്ഞിക്കലവും ഒക്കെ എടുത്ത് ഒന്ന് അതൊക്കെ ഒന്ന് പെരുമാറി എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ പൂമുഖത്ത് ഇരുന്ന് നമ്മുടെ മക്കള് പറയും, അമ്മേ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ ഇല്ലേ? മക്കളിങ്ങനെ പറയും, സന്തോഷത്തോടെ പറയും, അമ്മ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. പ്രിയമുള്ളവരെ, ഒരു അമ്മയുടെ ജീവിതത്തിന്റെ ഒരു ഓട്ടപ്രദർശനം കഴിഞ്ഞ് രാത്രിയിൽ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും
ഒരു സമാധാനവും ശാന്തതയും അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയിൽ പരിശുദ്ധ അമ്മയുടെ ഷാഡോ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പ്രിപ്പറേഷൻസിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കും. കാരണം നമ്മൾ അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് വേണ്ട ചില ഒരുക്കങ്ങളുണ്ട്. ആ ഒരുക്കത്തെ പറ്റി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എനിക്ക് പണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പരസ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, സർഫെക്സ് കറ നല്ലതാണ്. സർഫെക്സ് കറ നല്ലതാണ്. അപ്പൊ ഈ പരസ്യം കണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് നോക്കും, അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ വളരെ ചെളിയൊക്കെ പരട്ടിയിട്ട് ഈ മോൻ വളരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നു. വളരെ സ്നേഹം. ഇത് കണ്ട് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഞാനിതുപോലെ സെമിനാറിലൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ചെളിയൊക്കെ പോയിട്ട് മഴയൊക്കെ കൊണ്ട് അപ്പാടെ കോലക്കെട്ടൊരു കോലമായിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മ ഒരു ചുവരിലൊക്കെ പിടിച്ചിങ്ങനെ വെക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ അമ്മയുടെ മുന്നിൽ ചെന്നിട്ട്, അമ്മേ കറ നല്ലതാണ്. അപ്പൊ അമ്മ ആ വഴി എടുത്തിട്ട് എന്നെ വീട്ടിൽ നിന്ന് 4 മായിട്ട് ഓടിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി കറ അത്ര നല്ലതല്ല, കറ അച്ഛൻ അരി. ഹിന്ദി പറയണല്ലോ, ഇവിടെ ഉദ്ദേശിച്ചത് 2 വാക്ക് ഹിന്ദി പറയുന്നത്, കറ അച്ഛൻ അരിയില്ലേ. ഞാൻ മനസ്സിലാക്കി കറ നല്ലതല്ല. ഇവിടെ നമ്മുടെ ഉള്ളില് ചില കറകളുണ്ട്, നമ്മുടെ ഉള്ളില് അടിഞ്ഞുകൂടി കിടക്കുന്ന ചില കുറവുകളുണ്ട്. ഈ കുറവുകൾ നമുക്ക് എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും? അതിന് വളരെ മനോഹരമായിട്ടൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്, കൺഫെഷൻ അല്ലേ? കുംഭസാരം, പരിശുദ്ധ കുംഭസാരം. നമുക്കത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരു തിരുനാളിനൊക്കെ ഒരുങ്ങുമ്പോൾ അന്യമായിട്ട് നമ്മളുടെ കുറവുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. അത്യാവശ്യം വൃത്തിക്ക് കറകളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി കളയാനായിട്ട് ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുക. എവിടെ കേട്ട ഒരു ചിന്ത ഇതാണ്, വിരിയാനായിട്ട് വിതുമ്പ് നിൽക്കുന്ന ഒരു പൂമൊട്ട്. ഈ പൂമൊട്ടിന് മുമ്പിൽ 2 സാധ്യതകളുണ്ടെന്നാണ് പറയുക. ഒരു പൂമൊട്ടിന് മുമ്പിൽ 2 സാധ്യതകൾ. ഒന്ന്, അതിശക്തമായ കാറ്റ്. ഈ കാറ്റത്ത് ഈ പൂമുട്ട് ആടി ഒലിഞ്ഞ് നശിച്ചു പോകും. 2, രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഈ പൂമുട്ടിന്മേൽ വന്നു വീഴുന്ന മഞ്ഞൻ കണങ്ങളാണ്. ഈ മഞ്ഞൻ കണങ്ങൾ ഈ പൂമുട്ട് വിരിയുവാനായിട്ട് സഹായിക്കും. എളുപ്പമാണെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. 2 ചാൻസസ് നമുക്ക് എപ്പോഴും ഉണ്ട്. ഒന്ന്, നന്മ ചെയ്യാൻ. 2, തിന്മയിലേക്കുള്ള ഇൻവിറ്റേഷൻ. ആ ഇൻവിറ്റേഷൻ മേടിച്ച് 8 പണി മേടിച്ച് വെക്കരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, നമ്മുടെ കുറവുകളെ മാറ്റി നന്മയിലേക്ക് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ പണ്ട് ബാലരമയിലൊക്കെ ഈ ലുട്ടുമുയലിന്റെ വഴി കണ്ടെത്താൻ കുറെ അയച്ചു കണ്ടിട്ടുണ്ടോ? ആ പാവപ്പെട്ട മുയലിന് ക്യാരറ്റ് തിന്നണമെന്നാണ് അവൻ ആഗ്രഹം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ചില ബ്ലോക്കുകളൊക്കെ ഉണ്ടായി. കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ കുത്തിയിരുന്ന് വരച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പോലെ ബ്ലോക്കുകൾ ഇടണം. ഈ ബ്ലോക്കുകളെ എങ്ങനെ മാറ്റാൻ പറ്റും? നമ്മുടെ ഉള്ളിൽ ചില ബ്ലോക്കുകളുണ്ട്. നമുക്ക് ക്യാരറ്റിനെ കൊതിയുണ്ടെങ്കിൽ ഈ ബ്ലോക്കുകളെ ആത്മാർത്ഥമായിട്ട് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാവണം. അതാണ് ഈ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് വേണ്ടത്. ഈ പ്രകൃതിയുടെ നിയമം പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ എന്ത് കഴിക്കുന്നോ, നമ്മൾ എന്ത് ഭക്ഷിക്കുന്നോ അതാണ് നമ്മൾ. നമ്മൾ എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ. നമ്മൾ പോർക്ക് കഴിക്കും, നമ്മൾ നല്ല അസാധാരണ പന്നികളെന്ന് പറയുന്നത് നമ്മൾ കോഴി കഴിക്കും. ദൈവത്തെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യണ്ട. നമ്മൾ കോഴി കഴിക്കാറുണ്ട്, ചിക്കൻ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രകൃതി പറഞ്ഞു വെക്കുന്ന ഒരു ദൈവത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം ഭക്ഷിക്കണം. അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. നമുക്ക് സ്നേഹം ഭക്ഷിക്കാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരുക്കത്തിന്റെ സമയത്ത്, അമ്മയുടെ തിരുനാളിന് വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത്, കൊതിക്കുന്ന സമയത്ത് നമുക്ക് സ്നേഹം ഭക്ഷിക്കാനും ആ സ്നേഹം കൊടുക്കാനും സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. വളരെ പരസ്യമായിട്ട് ഞാൻ ഒരുപാട് ഓവറാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഒരു സന്യാസിയുടെ കഥ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒരു സന്യാസി, ഈ സന്യാസി വലിയ പടികളുള്ള ഒരു അമ്പലത്തിന്റെ സൈഡിലിരുന്ന് രാമനാമ ജപം ചൊല്ലുകയായിരുന്നു. അവരുടെ പ്രാർത്ഥനയാണ് രാമനാമ ജപം ചൊല്ലിക്കുന്ന സന്യാസി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി, വീണ്ടും സൈലൻസ് ആണ്, ഒരു ചേച്ചി ഈ തളിക ഇട്ടിട്ടുണ്ടോ, തളികയിൽ പൂക്കള് വെള്ളമൊക്കെ ആയിട്ട് ചേച്ചി ഇങ്ങനെ ഈ പടി കയറി വരികയാണ്. ഈ പടി കയറി വന്നപ്പോൾ ഈ സന്യാസി കണ്ടപ്പോൾ ചേച്ചി അനുരാഗവിലോചനായി അതിലേറെ മോഹിതയായി. ആ ചേച്ചിക്ക് ഈ സന്യാസിയോട് ഇഷ്ക് ഇഷ്ക് പ്യാരി പ്യാരെന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു പ്രേമം. ഓക്കെ, സന്യാസിക്ക് ചേച്ചിക്ക് സന്യാസിയോട് പ്രേമം. തിരിച്ചു വെക്കുവാണെന്ന് തോന്നല്ലേ, ചേച്ചിക്ക് സന്യാസിയോട് ഒരു പ്രേമൊക്കെ തോന്നി. പക്ഷെ സന്യാസി മൈൻഡ് ചെയ്തില്ല. കാരണം സന്യാസിക്ക് താൻ ഇഷ്ടപ്പെടുന്ന, താൻ ആരാധിക്കുന്ന ദൈവം അല്ലാതെ മറ്റൊന്നുമില്ല ആളുടെ മനസ്സിൽ, ആളുടെ ചിന്തയിൽ വേറെ ഒന്നുമില്ല. 2ാം ദിവസം സന്യാസി മൈൻഡ് ചെയ്യുമോ, മൈൻഡ് ചെയ്യാതിരിക്കുമോ? മൈൻഡ് ചെയ്യും. ഇല്ല ചെയ്യും, മൈൻഡ് ചെയ്യില്ല. സന്യാസി ഭയങ്കര സ്ട്രോങാ. സന്യാസി മൈൻഡ് ചെയ്തില്ല.
പക്ഷെ 3-ാം ദിവസമായപ്പം സന്യാസി ഒളി കണ്ണ നോക്കണേ, ഒരു ഒളി കണ്ണൊക്കെ ഇട്ട് നോക്കി. 4-ാം ദിവസം ആകുമ്പോ സന്യാസി എങ്ങനെയായിരിക്കും നോക്കുക? കണ്ടിട്ട് നോക്കുവോ? ഓക്കെ, അവിടെ ചിരി വന്നിട്ടുണ്ട്. ഒരു 2 കണ്ടിട്ട് ഈ സന്യാസി നോക്കി. പ്രിയമുള്ളവരെ, അങ്ങനെ അവർ അനുരാഗത്തിലായി, പ്രേമത്തിലായി, പ്രണയത്തിലായി, ഇഷ്ടത്തിലായി. ഓക്കെ, ഇനി എന്റെ ചോദ്യം ഇതാണ്: 2 പേരും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹം, പ്രണയം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? അവർക്ക് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും, ഇല്ലേ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ഈസ് പ്രയർ? ഡിഫൈൻ പ്രയർ. നമ്മളെല്ലാവരും പറയും ദൈവമായിട്ടുള്ള സംസാരമാണ് പ്രാർത്ഥന. ശരിയായിരിക്കാം, നമ്മൾ കാറ്റഗറിസത്തിലൊക്കെ പഠിച്ചിരിക്കുന്ന ആദ്യത്തെ സ്ഥാനമാണ് ദൈവമായിട്ടുള്ള സംസാരമാണ് പ്രാർത്ഥന. പക്ഷെ അതിലൊക്കെ ഉപരി ഞാൻ എഴുതി വെക്കുന്ന ഒരു ഡെഫിനേഷൻ ഇതാണ്: ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. എനിക്ക് എന്റെ ഈശോയോടുള്ള അഗാധമായ പ്രണയമാണ് പ്രാർത്ഥന. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈശോയെ കാണാൻ തോന്നും, ഈശോയെ എടുത്ത് വരാൻ തോന്നും, എന്തെങ്കിലും കൊടുക്കാൻ തോന്നും. പാവല്ലേ, ആ മനുഷ്യനോട് കുത്തിരിപ്പുണ്ടായി, പുള്ളി ഒന്ന് കാണാൻ, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ തോന്നും. അല്ല, അങ്ങനെ പലതും നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഈ പ്രണയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ സന്യാസിനിക്ക് വരികയാണ്. ഓക്കെ, സന്യാസി അങ്ങനെ അന്ന് വൈകുന്നേരം ഈ ചേച്ചിയെ കാണാനായിട്ട് ആഗ്രഹത്തിന്റെ ഒരു ലെവലിലെത്തി കാണാനായിട്ട് ഇങ്ങനെ പുറപ്പെടുകയാണ്. അപ്പോഴാണ് നമുക്ക് സാധാരണഗതി നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ടായാലും നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ബ്ലോക്സ് ഉണ്ടാവും, ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഈ സന്യാസി വീടിന് വെള്ളിറങ്ങിയപ്പോഴേക്കും ആദ്യം ഉണ്ടായ ഒരു പ്രോബ്ലം ഇതാണ്: പുറത്ത് നല്ല ഇടിവെട്ട് മഴ. അപ്പൊ സന്യാസി എന്ത് ചെയ്യുമായിരിക്കും? കൊട പിടിച്ചു അല്ലെങ്കിൽ കോട്ടിട്ട് നമ്മൾ പറയരുത്, അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലേ, അപ്പൊ അതൊന്നും ഇല്ല അന്ന്. എന്നപ്പോ എന്തായിരിക്കും പുള്ളി ചെയ്യുക? ചേമ്പില കണ്ടിട്ടുണ്ടോ? ചേമ്പില ഇങ്ങനെ എന്തോ ഒരു കൗണ്ടർ അവിടെ വീണ്ടുണ്ട്, ഞാൻ പിന്നെ ചോദിച്ചാ. ഓക്കെ, ഒരു ചേമ്പില പുള്ളിക്കാരൻ പിടിച്ചിട്ട് അതൊക്കെ നടന്ന് മുന്നോട്ട് പോയി. 2ാമത്തെ ഡിസ്ട്രാക്ഷൻ ഒരു വലിയ പുഴ. ആ പുഴ നീന്തി കടക്കുമോ ഇല്ലയോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചേച്ചിയെ കാണണോ? കടക്കുമോ ഇല്ലയോ? കടക്കും. ഓക്കെ, ആ കടക്കും. അങ്ങനെ ഈ ചേച്ചിയെ കാണാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ കടക്കാനായിട്ട് മുന്നിൽ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ട് ഈ പുഴ നീന്തി കടക്കണ്ടേ, അതിനെന്തെങ്കിലും വേണമല്ലോ. നമുക്കൊരു പിണ്ടിച്ചങ്ങാടം കൊടുക്കാം. കണ്ടിട്ടില്ലേ പിണ്ടിച്ചങ്ങാടൊക്കെ? ആലപ്പുഴ സൈഡിലുള്ള ആരുണ്ടോ? ഓക്കെ, പിണ്ടിച്ചേച്ചി ഇവിടെ ഇടത്ത സൈഡിൽ നിന്നൊന്നും അറിയാം. അപ്പൊ പിണ്ടിച്ചങ്ങാടത്തില് ഈ ചേട്ടൻ സന്യാസി ഐലേസൊക്കെ പറഞ്ഞ് അപ്പുറത്തെത്തി. പിന്നെ 3ാമത്തെ ഡിസ്ട്രാക്ഷൻ ഒരു വലിയ മല കയറണം. സന്യാസി കയറുമോ ഇല്ല? കയറും. താങ്ക് യു, കഥ മുന്നോട്ട് പോകണം. സന്യാസി കയറി. അത് കഴിഞ്ഞ് മുന്നോട്ട് അടുത്തൊരു ഡിസ്ട്രാക്ഷൻ. പുള്ളിക്ക് ഇറങ്ങണമെങ്കിൽ വള്ളിയിൽ തൂക്കി ഇറക്കാൻ പറ്റും. ഇടുക്കിക്കാരുടെ അവർക്ക് അറിയാതിരിക്കാം, ഇല്ലേ? അങ്ങനെ ഈ പള്ളിയിൽ തൂക്കി താഴെ ഇറങ്ങി വന്നപ്പം നമ്മുടെ ചേച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനി ഞാൻ കുറെ ഡിസ്ട്രാക്ഷനിലേക്ക് പോകുന്നില്ല, ചേച്ചി എത്തി. അങ്ങനെ പുള്ളിക്കാരൻ ഈ പഴയ വീടുകളുള്ള പോലെ കിണ്ടിയിൽ വെള്ളം ഒഴുകി കാലം കഴിയും അതോട് കയറുന്ന നേരം ചേച്ചി 4 ചോദ്യം ചോദിച്ചു. അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അന്നും ഇന്നും നമ്മള് അന്തം കുന്തനെ നിന്നിട്ടേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഈ ചോദ്യത്തിൽ 1ാമത്തെ ചോദ്യമാണ് നിന്റെ ഓറിയന്റേഷൻ, നിന്റെ ചിന്തകൾ, നിന്റെ ഇത്ര നാളത്തെ നിന്റെ പ്രാർത്ഥന എവിടെ പോയി? കുട്ടിക്ക് ബസ്സിനുകൂടി വഴി ടൂർ പോയോ എന്നുള്ള ചോദിക്കുന്ന ചോദ്യം പോലെ നിന്റെ ഓറിയന്റേഷൻ എപ്പോഴാണ് മാറിയത്? അപ്പൊ സന്യാസി ഇങ്ങനെ ബ്ലിങ്കസ് ചോദിക്കുകയാണ്, ഇപ്പൊ എന്തിനു പറയും? 2ാമത്തെ ചോദ്യം ഇതാണ്: തെറ്റുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോ നമ്മുടെ ഫോക്കസ് എങ്ങനെയാണ് മാറിപ്പോകുന്നത്? തീർച്ചയായിട്ടും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തെറ്റുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഫോക്കസ് ഒക്കെ മാറി പോയിക്കൊണ്ടേയിരിക്കും. 3ാമത്തെ ചോദ്യം ഇതാണ്: ഒരു തിരിച്ചുവരവിന്റെ സാധ്യതയുണ്ടോ? ഉണ്ടാകുമോ? 4ാമത് നമ്മുടെ ഈ ആഗ്രഹങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ അത് ഒട്ടി ചേർക്കാനായിട്ട് പറ്റുമോ? പണ്ട് വില്യംസ് ഇങ്ങനെ പറയായിരുന്നു, ഞാനും ദൈവമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു ചങ്ങലയിൽ കോർക്കുന്ന സ്നേഹമാണെന്ന് പറയുന്നത്, ഒരു ചെയിനിൽ കോർക്കുന്ന സ്നേഹമാണെന്ന് പറയുന്നത്. എൻ്റെ ഓരോ ദിവസത്തെ കുത്സിത പ്രവൃത്തികൾ കൊണ്ട്, എൻ്റെ ഓരോരോ കുസൃതികൾ കൊണ്ട് ഞാൻ ആ ചങ്ങല ഓരോ ദിവസവും പൊട്ടിച്ച് കളയുമ്പോൾ അത് ദൈവം, എൻ്റെ ഈശോ സ്നേഹത്തോട് ചേർത്ത് വെക്കും. ആ ചങ്ങല ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. ആ ചേർത്ത് വെക്കുന്ന സ്നേഹം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ചോദിക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ?
ഈ 4 ചോദ്യം ചോദിച്ചപ്പോൾ ആള് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ശ്രമം നടന്നു. അങ്ങനെ പുള്ളിക്ക് റിയലൈസേഷൻ ഉണ്ടായി, തിരിച്ചു പോകണം, എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കണം, ഞാൻ ഈ ഡിസ്ട്രാക്ഷനിൽ വീടില്ല. ഓക്കെ, അങ്ങനെ തിരിച്ചു കയറാനായിട്ട് പോകുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തിരിച്ച് റിട്ടേൺ അടിക്കാം. അപ്പൊ പാമ്പ്, സോറി, ഇതൊരു വള്ളി എന്ന് പറഞ്ഞല്ലോ, വള്ളി ശരിക്കും ഒരു പാമ്പായിരുന്നു. കാരണം തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ചെയ്യും, നമുക്ക് കാണാനുള്ള ബോധമോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊരു പാമ്പായിരുന്നു ആക്ച്വലി. ആ പാമ്പിനെ കണ്ടു തന്നെയാണ് പുള്ളി കയറി പോകുന്നത്. തിരിച്ചിറങ്ങി കഴിഞ്ഞ് ആ മല ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഓർക്കുകയാണ് എന്തോരം കഷ്ടപ്പാടാണ് പെട്ടത് ആ മല കയറാനായിട്ട്. അതൊക്കെ എത്രയോ അധികമായിട്ട് ഞാൻ ആരാധിച്ചിരുന്ന എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് എഫേർട്ടാണ് എടുത്തിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പുഴ ഞാൻ പറഞ്ഞില്ല, അതിൽ പിണ്ടി ചെങ്ങാടം ഉണ്ടായിരുന്നു. ശരിക്കും അതൊരു മനുഷ്യന്റെ ജഡമായിരുന്നു. ആ ജഡം പോലും കാണാനായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോ ഒന്നും ഇല്ലായിരുന്നു, അത്രത്തോളം ബ്ലൈൻഡ് ആയിരുന്നു മനുഷ്യൻ. തിരിച്ച് ആ നടയിൽ വന്ന് ഈ തെറ്റുകളെ മനസ്സിലാക്കി ഒരു റിയലൈസേഷനിലൂടെ ആ ദൈവത്തെ അദ്ദേഹം ആരാധിച്ചു എന്ന് പറഞ്ഞാണ് കഥ വൈൻഡപ്പ് ചെയ്തു. ഞാനിനി തീർച്ചയായിട്ടും നിങ്ങളെ കഥയിലേക്ക് നിങ്ങൾ വീണ്ടും ക്ഷണിക്കും. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളിൽ നിന്ന് മാറി മാറി തുടങ്ങുമ്പോൾ നമ്മൾ പാപത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും, പാപത്തിന് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് ഈ 4 ദിവസത്തിലൂടെ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മാതാവിന്റെ തിരുനാൾ എനിക്ക് ആഘോഷിക്കണമെങ്കിൽ എന്നിലെ കുറവുകളെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ആണ്. ഞാൻ ഒരു പുസ്തകം പറഞ്ഞത് വിശുദ്ധിയോടെ ചെയ്താൽ വിശുദ്ധരാകാനായിട്ട് സാധിക്കും. ആ ഒരു ചിന്ത നമ്മൾ ഉണ്ടാവണമെങ്കിൽ ആ വിശുദ്ധിയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. അമ്മ സെലക്ട് ചെയ്തത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അമ്മ സെലക്ട് ചെയ്ത സ്നേഹത്തിന് അമ്മയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു. ആ യാത്ര അമ്മ ഒരിക്കലും മുറിച്ചില്ല. അതാണ് സന്യാസിയുടെ അമ്മയുടെ കഥയില്. തീർച്ചയായിട്ടും ആ ഒരു സന്യാസിയും നമ്മളൊക്കെ തന്നെ കേട്ടോ. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ നമ്മൾ തന്നെ മുറിച്ച് കളയാറുണ്ട്, എടുത്ത് കളയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പാപത്തിലായിരിക്കുകയാണ്. ഒരു കൺഫെഷൻ അത്യാവശ്യമാണ്. ഒരു കൺഫെഷനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് ആ ഒരു സ്നേഹത്തിലൂടെ തന്നെ ഏറ്റുപറഞ്ഞ ആമേനിലൂടെ തന്നെ യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു. ആ യാത്രയിലൂടെ കാൽവരിയുടെ അവസാനം വരെ അവയ്ക്ക് ആ സന്തോഷം, തീർച്ചയായിട്ടും അമ്മ ആമേൻ പറഞ്ഞ സന്തോഷം, ആ സന്തോഷത്തിൽ അമ്മയ്ക്ക് ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, അമ്മ ഒപ്പം നിന്നു അവസാനം വരെ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു, ഇനി കണ്ണീരൊന്നും വേണ്ട, മരം പൊള്ളുന്നോവും വേണ്ട, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. ഞാൻ സ്ക്രോൾ ചെയ്തതിന്റെ കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു. കുറെ കണ്ണാക്കളുടെ പേരുണ്ട്, കുറെ ബാബച്ചികളുടെ പേരുണ്ട്. പക്ഷെ എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇത് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നു, പദമേരി. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇത്രയും പേരിട്ട ലോകത്ത് അമ്മയെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, ആ വാക്കുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അരികത്ത് കാവലായിട്ട് ഒരാളുണ്ട്, അരികത്ത് കാവലായിട്ട് ഒരാളുണ്ട്. ചേട്ടാ, എന്റെ വേദനകള്, നിങ്ങളുടെ വേദനകള്, നമ്മുടെ വേദനകളൊക്കെ അമ്മയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് വെച്ചാൽ തീർച്ചയായിട്ടും ആ വേദനകളിലൂടെ അമ്മ നമ്മളെ എത്തിക്കും. അതാണ് അമ്മ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സ്നേഹം. കാരണം എന്ന് വെച്ചാല് അമ്മ ഏറ്റു പറഞ്ഞ ആമേന്റെ ആ നിമിഷം മുതൽ അമ്മ അനുഭവിച്ച വേദന, അവസാനം ഈശോയെ കയ്യിൽ ഇങ്ങനെ ചേർന്നേറ്റ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ അമ്മ അനുഭവിക്കുന്ന ആ വേദന, ആ വേദനയിലും അമ്മ തന്റെ മകന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ആ ഒപ്പം നിൽക്കുന്ന ആ സ്നേഹം നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമ്മിലൂടെ ആ അമ്മ യാത്ര ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, നമ്മുടെ അമ്മമാരില് ഈ പരിശുദ്ധ അമ്മയുടെ ഷാഡോ ഉള്ളതുപോലെ നമ്മില് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അരികത്ത് കാവലായിട്ട് അമ്മ എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, നമ്മളുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയോടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളികൾ. ആമേൻ. നാം കേട്ട വചന സന്ദേശത്തിൽ മുഴുകിക്കൊണ്ട് നമുക്ക്
അല്പസമയം മൗനം വഹിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുതിയിട്ടേക്കാം. പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടൊപ്പം സർദാനേടേ പുണ്യം നാദൻ എന്നോനത്യം ഭൗമികപുത്രി കുന്ദായെന്ന ചൊല്ലിടും ഞാൻ സംഭ്രമമാർന്നേ അത്ഭുതപൂർവം തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതേ ചേർത്തു ദൈവസുരന്ദൻ തിരുഹിതമാർന്നാൾ സൗമ്യരെല്ലാവരും ഞാൻ എന്തൊരു ചെയ്തോ ജാഗരികം താഴ്ത്തപ്പെട്ടു അവളിൽ പാർന്ന ഇതുപോൽ അതിനാൽ സ്പഷ്ടം അറിയാമേ പോൽ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല. ഉന്മരുമാസം നിന്നെ ദൈവാത്മജനെ കോപത്തിൻ ഒഴിവാക്കേണം. കരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലായിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ. നീ മുഖാന്തരം സകല ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷ പ്രാപിച്ച് വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീ ആയിരിക്കുന്നതിനാൽ ഞങ്ങളോട് ദയുണ്ടാകണമേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർക്കരുതേ. ഞങ്ങളോട് നീ കോപിക്കുകയും അരുതേ. നിന്റെ കരുണയാലും മനുഷ്യ സ്നേഹത്താലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവുമാകുന്നുവല്ലോ. നല്ലവനായ ഞങ്ങളുടെ കർത്താവേ, നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യകമറിയാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവിന് തിരുസന്നിധിയിൽ ധൈര്യവും അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ഉത്തമനായുള്ളവേ, ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യുഗകാലങ്ങളിലൊക്കെയും പരമായി സ്ഥിതി ചെയ്തൊരു മർമ്മം നിർമ്മലയെ കാലത്തികവിൽ സവിധം വെളിവായി വന്നു. ദൂരതലവൻ ഗബ്രിയേൽ മധുരസ്വരത്തിൽ നിന്നോടാൻ അഭിവാദ്യം ചെയ്തോദീതം വിധ ചെയ്യായലേ സ്വസ്തി. അതിൽ കാണാതാഴമേ മോദി കമ്പനമെത്തും സോപാനം വ്യാപോതാവേ ദർശിക്ക
ആദിമശാപം തീർത്തോളാം. ആദാം രക്ഷകനെ മോദിച്ചിടുക കർത്തൻ നിൻകൂടെ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. മന്നാനിക്ഷേപിത ചെൽപ്പം തളർത്തോരവരോ തൻവഴിയും ഉൾക്കൊണ്ടൊരു നിയമത്തേറ്റി സ്നേഹോ തന്നോരു മാലുമിവ ഹിംസാമ്യം വിവാചനനി അസ്പർശം വിവിയന്മാരും സസ്പർശം ശ്രീരന്മാരും നിൻ സുതരഹസ്യം കാണിച്ചു. സതതം സ്തുത്യനാവുകയാം നിന്നോടെ സൂരോ മനുഷ്യരേ. ഞങ്ങളെന്നും സ്തുതിക്കുന്നു. മഹാവിശുദ്ധ സ്ഥലത്ത് എല്ലാ വിശുദ്ധന്മാരെയും കാണുന്നതിനായി സ്ത്രീ എന്ന വചനമായ ദൈവത്തെ പ്രസവിച്ചവളും സകലത്തെയും കാണുമാത്തവളുമായ മാതാവേ, ഞങ്ങളുടെ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ മധ്യസ്ഥതയാൽ ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുവിക്കണമേ. എല്ലാവിധ ദോഷകരമായ പ്രതികാരത്തിൽ നിന്നും രക്ഷിക്കണമേ. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഉച്ചത്തിൽ അപേക്ഷിക്കുന്നു. കരുണയുടെ വാതിലെ സകലന്മാരുടെയും ഭണ്ഡാരമേ, തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയും കന്യകയുമായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗത്തിൽ എഴുന്നള്ളി വരണമേ. നിന്റെ സ്വീകാര്യ പ്രാർത്ഥന വഴിയായി ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. നിന്റെ അപേക്ഷയാൽ ഞങ്ങളുടെ കറകളെ മായിച്ച് ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കുകയും വഴികളെ നേരെയാക്കുകയും ചെയ്യണമേ. നിന്റെ മധ്യസ്ഥതയാൽ ക്ഷീണിത ശക്തി പ്രാപിക്കുമാറാകണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ. യുവതി യുവാക്കന്മാരെ പരിപാലിക്കണമേ. പൈതങ്ങളെ ജ്ഞാനത്തിലും ദൈവഭയത്തിലും വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ സമാധാനത്തോടെ തിരിച്ചു വരുത്തുകയും ചെയ്യണമേ. ദുർബലർക്ക് കരുണ ലഭിക്കണമേ. പാപികളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. നിന്റെ മാധ്യസ്ഥം ഉത്തമ പുരുഷന്മാർക്കും സുഹൃതാ സ്ത്രീകൾക്കും അഭയസ്ഥാനമായിരിക്കണമേ. വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിർദ്ദയരായ ജനങ്ങളെ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. തിരുസഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടുമാറാകണമേ. മാതാവേ, നിന്നെ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാകണമേ. ശ്രേഷ്ഠകരമായ നിന്റെ പരിശുദ്ധതയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദാസരുടെ അപേക്ഷകളെയും ജാഗരണങ്ങളെയും സ്വീകരിക്കണമേ. ഇവരുടെ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ. നിന്റെ കരുണയും കോട്ട ഇവരെ ചുറ്റിക്കൊണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധതയുടെ മറ ഇവർക്ക് അഭയസ്ഥാനമായിരിക്കണമേ. ഇവരുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ ഇവർ വിജയികളാകണമേ.
രഹസ്യവും പരസ്യവുമായ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാവേ, ഞങ്ങളെയും നിന്റെ പുരോഹിതന്മാരെയും ശുഭാശന്മാരെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ ശബ്ദമുയർത്തി 3 പ്രാവശ്യം കുരിയനായിസോൻ എന്ന് ഏറ്റുപറയുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Inna
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഈ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോഴും സമയം കർത്താവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, നീ നമുക്ക് ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളുമായിരിക്കാം. ഇന്ന് നമുക്കായി വചനസന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട ജെറിൻ വർഗീസ് CMI അച്ഛനാണ്. അപ്പോൾ അച്ഛനെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഹാസ്യരൂപത്തിൽ പറഞ്ഞാൽ തന്നെ അതിൽ വളരെയധികം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ നേർച്ച സംഭാവന ചെയ്തിരിക്കുന്നത് ജൂലി ആന്റിയും പിന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കുടുംബം. അപ്പം ഈ രണ്ട് കുടുംബങ്ങളെയും നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയോട് ഒത്തുചേർത്ത് അവരെ ഓർക്കാം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ പ്രയർ ഇന്റൻഷൻസിന്റെ കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും നിയമങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. പേഴ്സണലായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിന്നെ നാളത്തെ ക്രമീകരണം എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നാളെ വൈകുന്നേരം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. ലത്തീൻ ക്രമത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ തന്നെ നാളെ പ്രഭാതത്തിൽ ഇവിടെ 6:30 പ്രഭാത നമസ്കാരവും തുടർന്ന് 7 മണിക്ക് ജപമാല പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം സമയം കൃത്യം 6:45 തന്നെ നമ്മൾ സന്ധ്യാ നമസ്കാരം ആരംഭിക്കുന്നതാണ്. തുടർന്ന് ലത്തീൻ ക്രമത്തിലുള്ള വിശുദ്ധ ബലിയും അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പകുതി നോമ്പ് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്ര അടുത്തിരിക്കുന്നത് നമുക്കൊന്നുകൂടെ വിചിന്തനം ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഇന്ന് ചോക്ലേറ്റ്സ് ഒരു വ്യക്തി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജസ്റ്റ് ബോൺ വേഫൽസ് എന്ന ചോക്ലേറ്റ് ബേക്കറിൽ നിന്നും അവരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടരെയും നമുക്ക് നമ്മുടെ പ്രവർത്തനം ഓർക്കാം. നമുക്ക് സമാപന ആശീർവാദത്തിന് എഴുന്നേൽക്കാം. തുടർന്ന് കൈമുത്തിക്കൊണ്ട് നമുക്ക് സന്തോഷത്തിലേക്ക് സമാപന ആശീർവാദത്തിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ അധ്യക്ഷനും ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സുബ്രിയാനച്ചൻ, ഇവിടെയുള്ള മറ്റു വൈദിക സഹോദരങ്ങൾ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാർ, ഈ ദിവസങ്ങളിൽ അതിന് പ്രഘോഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സന്യാസ വൈദിക സഹോദരങ്ങൾ, മാതാപിതാക്കളെ, സഹോദരങ്ങൾ, ഞാൻ ഈ ദിവസങ്ങളിലൂടെ ആയിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹകരമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. ഓർമ്മകൾ, ചിന്തകൾ 10-25-30 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോകുമ്പോൾ വടകാവശ്ശേരി പ്രദേശത്തോട് ചേർന്ന് ഇവരെ പോലെ വലിയ വിദ്യാർത്ഥിയായി എൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയായിരുന്നതുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളോടും ചേർന്ന് അന്ന് നമുക്ക് സഭ ഏതാണെന്നുള്ള വ്യത്യാസം ഇല്ലാത്ത, ഇപ്പോൾ ഉള്ളതുപോലെയുള്ള ഒരു ചിന്തയൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരാശ്രയ സങ്കേതമായിരുന്നു ബദനിയാശ്രമം എന്നുള്ളതൊക്കെ ഇന്നും അന്ന് കണ്ട മുഖങ്ങൾ ഇന്ന് കാണുമ്പോൾ അതേറെ സന്തോഷം നൽകുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരനുഭവം. നാളെ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് നാളെ ഓണത്തിൻ്റെ ദിവസമാകുമ്പോൾ ആ കൂട്ടായ്മയുടെ ഒരു വലിയ സന്തോഷം. അവർ ഈ ദിവസം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 8 നോമ്പിനോട് ചേർന്ന് ഓണം വരുന്നു. 8 നോമ്പിൻ്റെ ദിവസം തന്നെ കഴിഞ്ഞ വർഷം, 9 വർഷം ഓണമായിരുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ കൂട്ടായ്മയുടെ അവസരമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നടക്കുവാൻ കിട്ടുന്ന ഭാഗ്യപ്പെട്ടതായ 8 ദിവസങ്ങളാണിത്. നമുക്ക് ബദനിയാശ്രമത്തിൽ ഈ നാളുവരെയും ഇത് മുടങ്ങാതെ നടക്കുന്നു എന്നുള്ളത്, ഇതിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുകയാണല്ലോ. ഇവിടെ ഇന്നുമായിട്ടൊക്കെ കേട്ടതായ വചനഭാഗം മനസ്സിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തകൾ ഇവിടെ ചെന്ന് നമ്മുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുവാൻ, പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുവാൻ ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമുക്കറിയാം
ഞാൻ വായിച്ചു കേട്ട ഒരു പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത, കുരിശിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന യേശുവിൻ്റെ വേദനയാണോ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് വേദനിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വേദനയാണോ, ഏത് വേദനയാണ് വലിയ വേദനയെന്ന് ഉത്തരം പറയുവാൻ നമുക്ക് സാധിക്കുമോ എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഉത്തരം കണ്ടെത്തുക എന്നതിനേക്കാൾ അധികമായിട്ട് പരിശുദ്ധ അമ്മ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് പറഞ്ഞത് ഒരു വേദനയുടെ വലിയ ആഴത്തിൻ്റെ അനുഭവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകി എന്നുള്ളത് തന്നെയാണല്ലോ. എങ്കിൽ പരിശുദ്ധ അമ്മ കടന്നുപോയ വേദനയുടെ വഴികളിൽ തളരാതെ നിൽക്കുവാൻ സാധിച്ച ആ മഹനീയമായ ജീവിതത്തിൻ്റെ മധുരിക്കുന്ന അനുഭവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് നൽകപ്പെടുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസങ്ങളെ അത് തമ്പുരാൻ കൂടുതൽ അനുഗ്രഹത്തിനായിട്ട് ഇവിടെ ഇതിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതിലൂടെ ലഭിക്കാൻ തക്കവണ്ണം ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ടൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും ഞാൻ കാലവാടി ആശ്രമത്തിൽ നമ്മുടെ അച്ഛന്മാരെ കാണുവാനായിട്ട് ഇവിടെ നമ്മുടെ കിർക്കി നമ്മുടെ പിതാവിൻ്റെ താമസ സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ട് നാളെ ആഗ്രഹിച്ച് നിൽക്കുന്നത് കൊണ്ട് പക്ഷെ വൈകിട്ട് ഇവിടെ കാണുകയില്ല. നാളെ രാത്രിയിൽ തന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. എങ്കിലും ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിവിടെ വലിയ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും കാണുമ്പോൾ വലിയ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഭ്യാംശനോടും കൂടെയുള്ള അച്ഛന്മാരോടും ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ വൈദിക സന്യാസ സഹോദരങ്ങൾ, തീർച്ചയായിട്ടും ദിവസങ്ങളിലൊക്കെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്കറിയാം. പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലൂടെയും കരുതലിലൂടെയും ഒക്കെ നിങ്ങളെ ബലപ്പെടുത്തിയ നിമിഷങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ ആ ഒരു വലിയ സന്തോഷവും ബലപ്പെടുത്തലുമൊക്കെ നമ്മുടെ പ്രത്യേകതയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരാളുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നേർച്ച സ്വീകരിച്ച് നമ്മുടെ ഭരണത്തിലേക്ക് നമുക്ക് മടങ്ങാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ അമ്മയുടെ പവിത്രനാളിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. നിങ്ങളെയും മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ.